ഹായ്, നമസ്കാരം. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ആടുജീവിതം റിലീസിന് ഒരുങ്ങാൻ പോവുകയാണ്. പൃഥ്വിരാജ് സുകുമാറാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അമല പോളും നായികയായിട്ടെത്തുന്നുണ്ട്. ആടുജീവിതത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല. മലയാളികൾ ഒരുപാട് പേര് ഈ ബുക്ക് അല്ലെങ്കിൽ ആടുജീവിതം എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഒരുപാട് പേര് ബുക്കുകളൊന്നും വായിക്കാത്തവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അതിൽ ബുക്കുകൾ വായിക്കാത്തവർ പോലും വായിച്ച ഒരു കഥയാണ് ആടുജീവിതം. വളരെ ഹൃദയസ്പർശിയായ, ഭയങ്കര ഇമോഷണൽ, വേറെ ലെവൽ ആയിട്ടുള്ള ഒരു കഥ. നമ്മൾ ആ കഥ വായിക്കുമ്പോൾ തന്നെ കറക്റ്റ് നമ്മുടെ കണ്ണിലൂടെയാണ് ആ കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ സിനിമയിൽ നമുക്ക് ആ കഥാപാത്രമായിട്ട് തന്നെ ജീവിക്കാൻ പൃഥ്വിരാജ് സുകുമാരന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, നാഷണൽ അവാർഡ് ഉറപ്പായിരിക്കും. ഈ ചിത്രം മലയാള സിനിമയുടെ സീൻ മാറ്റാനും, ഇപ്പോൾ ചിലപ്പോൾ ബോക്സ് ഓഫീസിലൊന്നുമല്ല, നമുക്ക് മലയാള സിനിമയുടെ ഒരു ലെവലുണ്ടല്ലോ, അത് മറ്റു സംസ്ഥാനങ്ങളിലും ചിലപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗംഭീരമാണോ അല്ലയോ? अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके। अंदर से कोई बाहर ना जा सके। മാർച്ച് 28-ന് ആടുജീവിതം വരികയാണ്. എന്തായാലും ഈ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടുക്കൻ ട്രെയിലർ. ഈ ട്രെയിലർ കാണുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നത്, നമ്മുടെ പൃഥ്വിരാജിനെ കുറച്ച് ഒരുപാട് ആൾക്കാർ ഒരു നല്ലൊരു നടനല്ല, പുള്ളിക്ക് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ സിനിമ മാറ്റിത്തരുമെന്ന് എനിക്ക് ട്രെയിലറിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ സീൻ മാറാൻ പോകും ചിലപ്പോൾ ഈ സിനിമ കാരണം. എന്തായാലും ഈ ട്രെയിലറിൽ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. അതുപോലെ BGM, വിഷ്വൽസ്, BGM എ റഹ്മാനാണ്. യോധയ്ക്ക് ശേഷമാണോ നമ്മുടെ മലയാളത്തിൽ എ റഹ്മാൻ വരുന്നത്? എന്തായാലും പൊളി BGM ആണ്. വിഷ്വൽസ് ആയാലും കിടുക്കൻ. ട്രെയിലർ ഒന്നും പറയാനില്ല. അതിൽ തന്നെ ഉണ്ട് ഇമോഷൻസും, ഒരു സർവൈവൽ ത്രില്ലർ മൂഡിലുള്ള ഒരു സിനിമ. ഇത് മലയാള സിനിമയുടെ സീൻ മാറ്റാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് ട്രെയിലറും കൂടെ കണ്ടപ്പോൾ ഒന്നും കൂടെ ഒരു വിശ്വാസമായി. ഇതൊരു വേറെ ലെവൽ, അന്താരാഷ്ട്ര ലെവലിൽ തന്നെ നമ്മുടെ മലയാള സിനിമയെ ശ്രദ്ധിക്കാൻ പോകുന്ന ഈ സിനിമ ഒരു ഭാഗമായി തീരുമെന്നാണ് തോന്നുന്നത്. ഒരു അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഈ സിനിമ ആൾക്കാർ സംസാരിക്കും. അതുപോലത്തെ സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്ന. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഗംഭീരമായ ട്രെയിലറാണ്. മാർച്ച് 28-ന് മലയാള സിനിമയുടെ തലവര ചിലപ്പോൾ മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ സീനും മാറാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ. എനിക്ക് നേരത്തെ ഇതുപോലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ കഥ പോലെ, കഥാപാത്രം പോലെ സിനിമ എടുത്തു വെക്കാൻ പറ്റുമോ, പൃഥ്വിരാജിന് പറ്റുമോ എന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ട എനിക്ക് മനസ്സിലായി ഇത് വേറെ ലെവലായിരിക്കും. ഒന്നും പറയാനില്ല, പൊളി ട്രെയിലർ.